സഹായ വിതരണ കേന്ദ്രങ്ങളിൽ റേഷന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ അവരെ എന്തിനു വേണ്ടി വെടിവെച്ചു കൊല്ലുന്നു എന്ന ചോദ്യം ഈ UN റിപ്പോർട്ട് ഉയർത്തുന്നു. പലസ്തീനിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊരു കൊലച്ചോറാണ്. ആയിരക്കണക്കിന് കുട്ടികൾ, ആയിരക്കണക്കിന് ശിശുക്കൾ ആ പ്രദേശത്ത് പട്ടിണി കിടന്ന് മരിച്ചു എന്ന് ഈ അന്താരാഷ്ട്ര ഏജൻസികൾ പറഞ്ഞിട്ടുണ്ട്. UN ഏജൻസികളും അത് പറഞ്ഞിട്ടുണ്ട്. എവിടെ ആളുകൾ ബഹളം ഉണ്ടാക്കുന്നു, ഉടനടി അവരെ വെടിവെക്കുക എന്ന ഉത്തരവാണ് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ഈ കേന്ദ്രങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഇസ്രായേലി പട്ടാളക്കാർ തന്നെ പറഞ്ഞതായി ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജനീവയിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതി പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് ആരെയും ഞെട്ടിക്കുന്നതാണ്. മെയ് അവസാനം മുതൽ ജൂൺ 27 വരെയുള്ള 4 ആഴ്ചക്കാലത്ത് ഗസയിലെ സഹായ വിതരണ കേന്ദ്രങ്ങളിൽ 613 ഫലസ്തീനിയൻ യുവാക്കൾ വെടിയേറ്റ് മരിച്ചു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ റിപ്പോർട്ട് പറയുന്നത്. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവവികാസമാണത്. കാരണം സഹായ വിതരണ കേന്ദ്രങ്ങളിൽ റേഷന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ അവരെ എന്തിനു വേണ്ടി വെടിവെച്ചു കൊല്ലുന്നു എന്ന ചോദ്യം ഈ UN റിപ്പോർട്ട് ഉയർത്തുന്നു. ഗസയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ് സഹായത്തിന് വേണ്ടിയിട്ട്, പലപ്പോഴും കിട്ടുന്ന റേഷന് വേണ്ടിയിട്ട് ജീവൻ തൃണവൽഗണിച്ചും കാത്തു നിൽക്കുന്ന ആ മനുഷ്യരുടെ നേരെ ഏകപക്ഷീയമായി ഉതിർക്കുന്ന വാർത്തകൾ. ഇതിനെ നമ്മൾ മലയാളത്തിൽ സാധാരണ കൊലച്ചോറ് എന്നാണ് വിളിക്കുക. മരണത്തിലേക്ക് പോവുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവസാനത്തെ അത്താഴത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥയാണ് ഈ കൊലച്ചോറിലൂടെ നമ്മൾ അനുഭവിക്കുന്നത്. ഫലസ്തീനിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊരു കൊലച്ചോറാണ്. സാധാരണ നിലയിൽ ബോംബിട്ടും മറ്റ് ഇതേനെയും വെടിവെച്ചും പലതരത്തിലും ഗസയിലെ ജനങ്ങളെ കൊല്ലുന്നത് ഇസ്രായേൽ പതിവാക്കിയിട്ടുണ്ട്. എത്രയോ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളായി അത് നിരന്തരമായി നടക്കുന്നുണ്ട്. പക്ഷേ മെയ് മുതൽ ഒരു പുതിയ തരത്തിലുള്ള ആക്രമണമാണ് അവിടെ നടക്കുന്നത്. ഇതിന് പിന്നിലുള്ള വിഷയങ്ങൾ എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്രയും കാലം ഗസയിലെ സാധാരണക്കാരായ ആളുകൾക്ക് മറ്റു ഭക്ഷണം കിട്ടാനും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ കിട്ടാനും മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട്, കാരണം എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവർ ഒരു പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ ഒരു കെണിയിൽപ്പെട്ടിരിക്കുന്ന പ്രദേശമാണ്. അവിടേക്ക് അന്താരാഷ്ട്ര ഏജൻസികൾ കൊടുക്കുന്ന സഹായം വിതരണ കേന്ദ്രങ്ങളിലൂടെ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു വഴി. ഏതാണ്ട് 22 ലക്ഷം ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. അത് ഇത്രയും കാലമായിട്ട് ഇങ്ങനെയുള്ള സഹായ വിതരണം നടത്തിക്കൊണ്ടിരുന്നത് UN ഏജൻസി ഫോർ പലസ്തീനിയൻ റെഫ്യൂജീസ്, പലസ്തീനിലെ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഐക്യരാഷ്ട്ര ഏജൻസി എന്ന് പറയുന്ന സംഘടനയായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള സർക്കാരുകളുടെ പിന്തുണ, സാധാരണക്കാരായ മനുഷ്യരുടെ പിന്തുണ, ഐക്യരാഷ്ട്ര സഭയുടെ തന്നെ പിന്തുണ, ഈ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഭക്ഷണ വസ്തുക്കളും മറ്റു സംഗതികളും ഈ സഹായ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചിട്ട് ആളുകൾക്ക് വിതരണം ചെയ്തിരുന്നത്. ഇസ്രായേൽ നിരന്തരമായിട്ട് അതിന് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു, പലപ്പോഴും അത് ബ്ലോക്ക് ചെയ്തിരുന്നു. ആ പ്രതിസന്ധികളെയൊക്കെ നേരിട്ടുകൊണ്ടാണ് ഐക്യരാഷ്ട്ര ഏജൻസിയുടെ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ ഈ സഹായ വിതരണം നടത്തിയത്. ഗസയിലെ ഒരു ലോങ് സ്ട്രിപ്പാണ്, കേരളം പോലെ ഒരു ലോങ് സ്ട്രിപ്പായിരിക്കുന്ന ഈ പ്രദേശത്ത് ഏതാണ്ട് 400-ലേറെ കേന്ദ്രങ്ങളിൽ വികേന്ദ്രീകൃതമായ രൂപത്തിലാണ് സഹായ വിതരണം നടത്തിയത്. ഒരു തരത്തിലുള്ള ബഹളവും, കാര്യമായ ബഹളമോ കുഴപ്പങ്ങളോ ഇല്ലാതെ ഈ സഹായ വിതരണം നടത്തിക്കൊണ്ടുപോകാൻ ആർക്ക് കഴിഞ്ഞിരുന്നു. മിക്കവാറും ആളുകൾക്കൊക്കെ ഭക്ഷണം കൃത്യമായിട്ട് കിട്ടുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു? ഇസ്രായേൽ പറഞ്ഞു ഈ UN ഏജൻസി ഫോർ പലസ്തീനിയൻ റെഫ്യൂജീസ് അത് തീവ്രവാദികളുമായിട്ട് യോജിച്ച് നിൽക്കുന്നതാണ്, അത് ഹമാസിൻ്റെ ആളുകളാണ്, അവർ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, അവരെ ഇവിടെ സമ്മതിക്കുകയില്ല, അവർ ഒരു കാരണവശാലും ഗസയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നൊരു പ്രഖ്യാപനം നെതന്യാഹു സർക്കാർ നടത്തി. തുടർന്ന് അവിടെ സഹായ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി. സഹായ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതോടുകൂടി സാധാരണക്കാരായ ആളുകൾക്ക് ഭക്ഷണം കിട്ടാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥ ഒന്നും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ
ആയിരക്കണക്കിന് കുട്ടികൾ, ആയിരക്കണക്കിന് ശിശുക്കൾ ആ പ്രദേശത്ത് പട്ടിണി കിടന്ന് മരിച്ചു എന്ന് ഈ അന്താരാഷ്ട്ര ഏജൻസികൾ പറഞ്ഞിട്ടുണ്ട്. UN ഏജൻസികളും അത് പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നാണ് എന്നാൽ പിന്നെ ഞങ്ങൾ തന്നെ നടത്തിക്കളയാം ഈ സഹായ വിതരണം എന്ന് അമേരിക്കയും ഇസ്രായേലും പ്രഖ്യാപിച്ചത്. അതിനു വേണ്ടിയിട്ട് അവർ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ, GHF എന്ന് പറയുന്ന സംഘടന. അത് ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടി അമേരിക്ക നടത്തുന്ന ഒരു സഹായ വിതരണ ഏജൻസിയാണ്. അമേരിക്കക്കാരാണ് അതിൻ്റെ വിതരണത്തിൻ്റെ ചുമതലക്കാരായിട്ടുള്ളത്. പക്ഷേ ഈ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മാനവികമായ എല്ലാ മൂല്യങ്ങളും തിരസ്കരിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഭീകരപ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഗസയിൽ നടത്തുന്നത്. കാരണം എന്താ അവർ ചെയ്യുന്നത്? ഗസയിൽ 400-ലേറെ സഹായ വിതരണ കേന്ദ്രങ്ങൾ UN ഏജൻസികൾ നടത്തിയിരുന്ന സ്ഥലത്ത് വെറും 4 സഹായ വിതരണങ്ങളാണ് ഈ GHF എന്ന് പറയുന്ന ഏജൻസി നടത്തുന്നത്. 3 തെക്കൻ ഗസയിലാണ്, 1 മധ്യ ഗസയിലാണ്, വടക്കൻ ഗസയിൽ 1 പോലുമില്ല. അതായത് ഈ പ്രദേശത്തുള്ള 22 ലക്ഷത്തിലേറെ വരുന്ന ജനങ്ങൾക്ക് വല്ല ഭക്ഷണത്തിനോ അത്യാവശ്യ സാധനങ്ങളോ കിട്ടണമെങ്കിൽ ഈ 4 കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ പോയി തിരക്ക് കൂട്ടണം. TV-യിലൊക്കെ നോക്കിയാൽ കാണാം, ടെലിവിഷൻ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വാർത്താമാധ്യമങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇരച്ചു കയറുന്ന ഒരവസ്ഥയാണ്. അപ്പം അത് ഇങ്ങനെ ആളുകൾ ഇരച്ചു കയറുന്നത് ഒറ്റ കാരണം കൊണ്ട്, എവിടെ ആളുകൾ ബഹളം ഉണ്ടാക്കുന്നു ഉടനടി അവരെ വെടിവെക്കുക എന്ന ഉത്തരവാണ് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ഈ കേന്ദ്രങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഇസ്രായേലി പട്ടാളക്കാർ തന്നെ പറഞ്ഞതായി ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി. ചോദ്യങ്ങൾ ചോദിക്കണ്ട, ഉടനടി വെടിവെക്കുക. അപ്പം അതുകൊണ്ട് ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന 613 ആളുകൾ, അതിനുശേഷം ധാരാളം ആളുകൾ മരിച്ചിട്ടുണ്ട്. അത് ജൂൺ 27 വരെയുള്ള കണക്കാണ്. ഈ 613 ആളുകളിൽ മഹാഭൂരിപക്ഷത്തിനും വെടികൊണ്ടിരിക്കുന്നത് തലയിലോ കഴുത്തിലോ ശരീരത്തിന് മുകൾ ഭാഗത്തോ ആണ്. അതായത് ബോധപൂർവം വെടിവെച്ച് കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വെടിവെപ്പ് നടന്നിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല ഫലസ്തീനിയൻ ഏജൻസികൾ പറയുന്നത് 650-ലേറെ ആളുകൾ മരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ. അതിനു പുറമെ 4000-ലേറെ ആളുകൾക്ക് ഒരൊറ്റ മാസം കൊണ്ട് കടുത്ത പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഖാൻ യൂനിസ് എന്ന് പറയുന്ന സെൻട്രൽ ഗസയിലുള്ള നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ആശുപത്രി നാസർ ഹോസ്പിറ്റൽ എന്നാണ് പഴയ ഈജിപ്ഷ്യൻ പ്രസിഡന്റിൻ്റെ പേരിലുള്ള ഈ നാസർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉള്ള ആളുകൾ, ഇപ്പോൾ ഉള്ള രോഗികൾ എന്ന് പറയുന്നത് വെടികൊണ്ട് വന്നിരിക്കുന്ന വെടിവെപ്പിൻ്റെ ഭാഗമായി പരിക്ക് പറ്റിയിരിക്കുന്ന ആളുകളുടെ ഒരു വലിയ ശൃംഖലയാണ്. ആയിരക്കണക്കിന് ആളുകൾ നിൽക്കാൻ സ്ഥലമില്ലാത്ത രൂപത്തിൽ അതിഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ് നാസർ ഹോസ്പിറ്റലിലുള്ളത് എന്ന് ഏജൻസികൾ പറയുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഈ അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് തടയുക, അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുക, അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന അന്താരാഷ്ട്ര ഏജൻസികളെ ആട്ടിയോടിക്കുക, അതിനുശേഷം ഞങ്ങൾ ഈ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആളുകളെ കൂട്ടം കൂടുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. കാരണം ആളുകൾക്ക് വേറൊരു വഴിയുമില്ല, ഈ കിട്ടുന്ന സ്ഥലത്തേക്ക് ഓടുക എന്നല്ലാണ്ട്. അപ്പോൾ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിച്ച് വെടിവെക്കുക. അതായത് ഈ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകളെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു പുതിയ പദ്ധതി കൂടി യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ഈ സഹായ കേന്ദ്രങ്ങളുടെ പേരിൽ ഇസ്രായേലും അമേരിക്കയും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഭയാനകമായ അവസ്ഥ. യുദ്ധം സാധാരണ നിലക്കുള്ളതാണ്, യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊലപാതകങ്ങൾ അതൊക്കെ പതിവുള്ളതാണ്. പക്ഷേ സാധാരണക്കാരായ ആളുകളെ ഭക്ഷണം കിട്ടാൻ വേണ്ടി ഓടുന്ന ആളുകളെ, അതിനുവേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ പോകുന്ന ആളുകളെ ഇങ്ങനെ പച്ചയ്ക്ക് വെടിവെച്ച് കൊല്ലുന്ന ഒരു സംഗതി ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ പോലും യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ കാണില്ല. പക്ഷേ ഈ തരത്തിലുള്ള ജനോസൈഡലായിട്ടുള്ള മനുഷ്യരെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾ ഈ ഇത്തരം ശാസ്ത്രീയമായ രൂപത്തിൽ നടപ്പിലാക്കിയ ഒരു ഭരണകൂടം യഥാർത്ഥത്തിൽ ചരിത്രത്തിലുള്ളത് ഹിറ്റ്ലറിൻ്റെ ഫാസിസ്റ്റ് ഭരണകൂടം മാത്രമാണ്. അതിനുശേഷം ഇപ്പോൾ ഗസയിലെ ആളുകളെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ടുവരിക, ഒന്നിച്ചുള്ള പ്രദേശങ്ങളിലേക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ഓടി വരുന്ന സമയത്ത് അവർ ബഹളമുണ്ടാക്കുന്നു, അവർ അച്ചടക്കം പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വെടിവെക്കുമ്പോൾ പൂർണ്ണമായിട്ടും അവരുടെ കഴുത്തിനോ തലയ്ക്കോ കൊള്ളുന്ന രൂപത്തിൽ വെടിവെക്കണം എന്ന് ഉറപ്പ് വരുത്തുക, അതിനുള്ള ഉത്തരവുകൾ കൊടുക്കുക. ഈ തരത്തിലുള്ള അങ്ങേയറ്റത്തെ ഭയാനകമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഇന്ന് ഇസ്രായേലും അമേരിക്കയും കൂടി മെയ് മാസത്തിന് ശേഷം ഗസയിൽ ഇന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയെക്കുറിച്ച് അന്താരാഷ്ട്ര ഏജൻസികൾ, UN ഏജൻസികൾ, മനുഷ്യാവകാശ പ്രവർത്തകർ അങ്ങേയറ്റം കടുത്ത
പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓക്സ്ഫാം അടക്കമുള്ള, ആംനസ്റ്റി ഇൻ്റർനാഷണൽ അടക്കമുള്ള എല്ലാ അന്താരാഷ്ട്ര ഏജൻസി, 100-ലേറെ അന്താരാഷ്ട്ര ഏജൻസികൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി. ഒരു കാരണവശാലും GHF എന്ന് പറയുന്ന ഈ അമേരിക്കൻ ഏജൻസിയെ, ഈ ഇസ്രായേലി ഏജൻസിയെ ഗസയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. കാരണം ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ല അവരുടെ മുമ്പിലുള്ള ലക്ഷ്യം, മറിച്ച് ഡെത്ത് ട്രാപ്സ്, മരണത്തിൻ്റെ കെണികൾ ഒരുക്കിക്കൊണ്ട് ആളുകളെ മരണത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അവരെ അവിടെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്ന ഒരു ഭയാനകമായ ഒരു കുതന്ത്രമാണ്, ഹീനതന്ത്രമാണ് അവർ ഈ മനുഷ്യ സേവന പ്രവർത്തനത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ അടിയന്തരമായിട്ട് അവിടെ നിന്ന് പുറത്താക്കണം എന്നാണ് 100-ലേറെ അന്താരാഷ്ട്ര ഏജൻസികൾ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഈ ഒരവസ്ഥ എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ മുമ്പൊരിക്കലും കാണാത്ത വിധത്തിലുള്ള ക്രൂരതയുടെ ഒരു ചരിത്രമാണ് ഇത്. ലോകം കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒട്ടും ശരിയല്ല.